ഹായ്, നമ്മുടെ കഞ്ഞി മിക്സ് എല്ലാവർക്കും കൊണ്ടുവരാൻ എല്ലാവരും നല്ലൊരു റിവ്യൂ ആട്ടോ പറഞ്ഞിരുന്നത്. എന്നാലും നമ്മൾ കുക്കിംഗ് വീഡിയോ ഇതുവരെ ചെയ്തിരുന്നില്ല. പലർക്കും ഇപ്പോഴും ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ പിന്നെ നമുക്ക് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. ഇത് കഞ്ഞി മിക്സിൻ്റെ നമ്മുടെ പാക്കറ്റാണ്. ഇത് നമ്മൾ നേരത്തെ വീഡിയോയിൽ തന്നിരുന്നതാണ്. അതിൻ്റെ നമുക്ക് ചെറുതായിട്ട് ഇത് കുറച്ചെടുത്ത് നമുക്ക് ഒരാൾക്ക് കഴിക്കാനുള്ള പാകത്തിന് കുക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പറഞ്ഞിരുന്നത് ഒരു 4 സ്പൂണാണ് ഒരാൾക്ക് നമ്മൾ പറഞ്ഞിരുന്നത്. 4 സ്പൂൺ എടുത്ത് ഒരു 20 മിനിറ്റോളം ഒന്ന് വെള്ളത്തിൽ, ഇതുപോലത്തെ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു 4 സ്പൂണ് 4 സ്പൂണ് കഞ്ഞി മിക്സും, അതിനകത്ത് 2 ഇതുപോലത്തെ സ്റ്റീൽ ഗ്ലാസ്സിനാണ് ഞാൻ എടുക്കുന്നത്. അതിനകത്ത് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മളൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കുവാണേ. നമുക്കിനി ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു 15 മിനിറ്റിന് മുകളിലിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് അതിനകത്ത് നമ്മൾ പറഞ്ഞില്ലേ 13ഓളം ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുള്ളത്, പച്ചക്കറികളെല്ലാം ഡ്രൈ ചെയ്തത്. നമ്മൾ ചെയ്തേക്കുന്നത് ഡീഹൈഡ്രേഷനാണ്. അപ്പോൾ അത് റീഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് ഇത്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഉപയോഗിച്ചേക്കുന്നത് കോഡോ മില്ലറ്റാണ്. കോഡോ ഇതുണ്ട്, നല്ല വൈറ്റ് കളറിലിരിക്കുന്ന ഇതുണ്ട്. ഇതെല്ലാം നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം നല്ലതായിട്ട് സോക്കായിട്ടുണ്ട്. നമുക്കിനി അത് കുക്കറിലിട്ട് ഒന്ന് വിസിലടിപ്പിക്കാവേ. ആ വെള്ളം തന്നെ ഉപയോഗിച്ചാൽ മതിയേ, വേറെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. അതങ്ങനെ തന്നെ ഇനി അത് ഒറ്റ വിസിലടിച്ചാൽ മതിയേ. നമ്മുടെ കഞ്ഞി തണുത്തിട്ടുണ്ട്, നല്ല പാകത്തിന് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഒറ്റ വിസിൽ മതി. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് പാകത്തിന്. ഇനി ഇതാണ് ആ 2 ഗ്ലാസ് ഒഴിക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഒരു പരുവം കിട്ടുന്നത്. ഇത് നിങ്ങൾക്കിത് പോരാ വെള്ളം തോന്നുവാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 1/2 ഗ്ലാസ് കൂടെ എക്സ്ട്രാ ചേർത്താൽ മതിയേ. ഞാനിവിടെ ഇങ്ങനെ ഈ ഒരു പരുവത്തിലാണ് നമ്മളിവിടെ എടുക്കാറ്. ഒരാൾക്ക് ചെയ്തുണ്ട്. ഇപ്പം നമ്മൾ ഒരു 4 സ്പൂൺ എടുത്തത് ഒരാൾക്ക് കഴിക്കാൻ ധാരാളമാണിത്. അതിൻ്റെ അതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ സവാള കിടപ്പുണ്ട്, മുരിങ്ങയില എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ചൂടോടെ ഒഴിക്കാൻ നല്ല ടേസ്റ്റ്. വെച്ചിട്ട് ഉപ്പിട്ട്, ഞാൻ ഉപ്പിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഉപയോഗിക്കാണ്ടുള്ളൊരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ ടേസ്റ്റ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ചെയ്തത് വരകാണ് ചെയ്തേക്കുന്നത്, ചെയ്ത് നോക്കിയത്. നമ്മളിവിടെ 4 ടൈപ്പ് മില്ലറ്റും കഞ്ഞി മിക്സ് ആയിട്ട് ചെയ്യുന്നുണ്ട്. വരക്, കോഡോ മില്ലറ്റ് അല്ലെങ്കിൽ വരക്, ലിറ്റിൽ മില്ലറ്റ് അല്ലെങ്കിൽ ചാമ, പിന്നെ ബേൺയാർഡ് അല്ലെങ്കിൽ കുതിരവാലി, പിന്നെ തെന, ഫോക്സിൽ മില്ലറ്റ്. ഈ 4 എണ്ണം കഞ്ഞി മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ.